ദിവസങ്ങൾ മാത്രം പോരാട്ട ചൂട് കനക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ച് ദേശീയ നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ ആവേശം കൊടുമ്പിരി കൊള്ളുന്നു. ഓരോ വിലയേറിയ വോട്ടും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ ഉറപ്പിക്കാനുള്ള അന്തിമമായ ഒരുക്കത്തിലാണ് പ്രവർത്തകർ. ഒരു മാസത്തിലേറെ നീണ്ട പ്രചരണവും അന്തരീക്ഷ താപനിലയും സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും വലയ്ക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ ആവേശം അതിനെയൊക്കെ കവച്ചു വെക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് സ്വാഗതം. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ശ്രമം. LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ യോഗം അലങ്കോലപ്പെടുത്താൻ മനഃപൂർവ്വമായ ശ്രമമെന്നാണ് പരാതി. മൈക്ക് വെക്കാൻ പോലീസ് അനുമതി നൽകാൻ പാടില്ലായിരുന്നുവെന്നും LDF ബോധപൂർവം മൈക്ക് വെച്ച് പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും LDF നേതാക്കൾ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാട്ടാക്കട CI സുനിൽകുമാറിനെതിരെയാണ് LDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സെക്രട്ടറി V ശിവൻകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. വിഷുദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കിടെ അടുത്തുള്ള ക്ഷേത്രബൈക്കിൽ നിന്നും വലിയ തോതിൽ ശരണം വിളികൾ ഉയർന്നു. ഇതിൽ ഇടപെടണമെന്ന് LDF നേതാക്കൾ സർക്കിൾ ഇൻസ്പെക്ടറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇടപെടാൻ തയ്യാറായില്ല. ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രഭാരവാഹികൾ മനഃപൂർവ്വം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് LDF ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന യോഗം മനഃപൂർവ്വം അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാനും പേർ ചെയ്ത കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി സർക്കിൾ ഇൻസ്പെക്ടർ വാഹനത്തിൽ ചെന്ന് 3/4 കിലോമീറ്റർ നേരം വാഹനത്തിൽ ചെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറയുന്നതിന് പകരം നടന്നു ചെന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഒരു വേദി അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നിരുത്തരവാദിത്വം കാണിച്ചതിൻ്റെ കാര്യത്തിൽ തർക്കമില്ല. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ബോധപൂർവമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാണ് LDF ആവശ്യപ്പെടുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ റോഡ് ഷോ നടത്തിയും കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പൂരം കാണാനെത്തിയ ഭക്തർക്ക് ഉത്സവ ആശംസകൾ നേർന്നും വോട്ടഭ്യർത്ഥിച്ചു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ NK പ്രേമചന്ദ്രനും ചേർന്നു. BJP സ്ഥാനാർത്ഥി VK സാബു പുനലൂരിലാണ് ഇന്ന് വോട്ടഭ്യർത്ഥിച്ചത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് പള്ളുമുക്കിൽ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്തു. 100 കണക്കിന് പേരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത്. അതിനുശേഷം കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമായിരുന്നു. അവിടെ ക്ഷേത്രമറ്റത്തെത്തി ആറാട്ട് എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ പങ്കെടുത്തുകൊണ്ട് ഭക്തർക്ക് ആശംസകൾ നേർന്നു, ഉത്സവാശംസകൾ നേർന്നു. തുടർന്ന് കൊല്ലം ആശ്രാമം മൈതാനിയിൽ തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൂരം നടക്കുന്ന തെക്കൻ കേരളത്തിലെ കൊല്ലം ആശ്രാമം മൈതാനിയിൽ 40-50ഓളം ആനകൾ പങ്കെടുക്കുന്ന തൃശൂർ കൊല്ലം പൂരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അവിടെ എത്തിയ വോട്ടർമാരോട് അദ്ദേഹം വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. അതേസമയം NK പ്രേമചന്ദ്രൻ ഇന്ന് പത്തനാപുരത്ത് കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു NK പ്രേമചന്ദ്രന്റെ ഇന്നത്തെ വോട്ടഭ്യർത്ഥന. അതേസമയം BJP സ്ഥാനാർത്ഥി VK സാബു അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പുനലൂർ മണ്ഡലത്തിലാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ വോട്ടുപിടുത്തം. കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കപ്പെടുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ UDF LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി ദേശീയ നേതാക്കൾ എത്തി. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും LDF സ്ഥാനാർത്ഥി വീണ ജോർജിനായി പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സുഭാഷ്ണി അലിയും പ്രകാശ് കാരാട്ടുമാണ് എത്തിച്ചേർന്നത്. മണ്ഡലത്തിലെ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾക്കും പിന്തുണയുമായി വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ എത്തിച്ചേരുന്നതോടെ പ്രചരണം കൂടുതൽ സജീവമാകും. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ UDF LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി ദേശീയ നേതാക്കൾ ഇന്ന് മണ്ഡലത്തിൽ എത്തിച്ചേരുകയുണ്ടായി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ ആന്റോ ആന്റണിക്ക് പിന്തുണയുമായി കോൺഗ്രസ് അധ്യക്ഷനും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം ഇന്ന് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് ആദ്യം പത്തനാപുരത്ത് പിന്നീട് പത്തനംതിട്ടയിൽ എത്തുകയാണ് ഉണ്ടായത്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് അദ്ദേഹം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്തത്. മോദി അംബാനിയുടെ ചൗക്കിദാറാണെന്നും രാജ്യത്തിന് ഒരു ഗുണവും മോദിയെ കൊണ്ടുണ്ടായിട്ടില്ലെന്നും മോദി സർക്കാരിന്റെ കീഴിൽ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം
LDF സ്ഥാനാർത്ഥിയായ വീണ ജോർജിന് പിന്തുണയുമായി ദേശീയ നേതാക്കൾ എത്തിച്ചേർന്നു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സുഭാഷ് നിയലിയും പ്രകാശ് കാരാട്ടുമാണ് മണ്ഡലത്തിൽ എത്തിച്ചേർന്നത്. സുഭാഷ് നിയലി കോഴഞ്ചേരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കറുകച്ചാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം പ്രകാശ് കാരാട്ടും നിർവഹിച്ചു. രാജ്യത്ത് മതേതരം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുമുന്നണി ജയിക്കണമെന്നും ജാതിയുടെയും വർഗീയതയുടെയും പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുകയാണ് BJP ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. So in this election, the unity of the secular and democratic forces is going to ensure the defeat of the BJP and the removal of the Modi government from power at the center. And in place of that, we have to form a secular government. A secular government will be formed if we can also strengthen the representation of the left in parliament, increase the representation of the LDF MPs in parliament, because it is the left forces which can rally all secular forces to form a coalition government. This is not a role that the Congress party can play or is playing. The Congress party has a record of compromising with the BJP and the communal forces, of colluding with them opportunistically. വരും ദിവസങ്ങളിൽ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി കൂടുതൽ ദേശീയ നേതാക്കൾ എത്തിച്ചേരുന്നതോടെ പ്രചരണ രംഗം കൂടുതൽ സജീവമാകും. മധ്യ കേരളത്തിൽ ആദ്യം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷമാണ്. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് ആലപ്പുഴയിലെത്തി. ഒപ്പം തന്നെ അന്തരിച്ച കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ പാലായിലെ വസതിയിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി. അതേസമയം ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാന്റെ റിപ്പോർട്ടിലേക്ക്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ന് ആലപ്പുഴയിൽ എത്തി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ന് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. പത്തനംതിട്ടയിൽ നിന്നാണ് അദ്ദേഹം KM മാണിയുടെ വസതിയിലെത്തി, പാലായിലെ വസതിയിലെത്തി. ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്നും ഏതാണ്ട് 2:40 നേരെ ആലപ്പുഴയിൽ എത്തുകയായിരുന്നു. അതിനുശേഷം വേദിയിലെത്തിയ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ പങ്കെടുത്തു. പ്രധാനമായിട്ടും BJPക്കെതിരായിട്ടാണ് അദ്ദേഹം തൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിലും BJPയെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും ഒരേപോലെ അല്ല കോൺഗ്രസ് കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് കാരണം കേരളത്തിൽ ഇടതുപക്ഷമാണ് കോൺഗ്രസിൻ്റെ ശത്രുക്കളെങ്കിൽ പോലും BJP രാജ്യത്തോട് ചെയ്തിട്ടുള്ള ശത്രുതകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയുമുണ്ടായി. ഇത്തരത്തിൽ ചില ചെറിയ വാക്കുകളിൽ ഇടതുപക്ഷത്തെ പ്രശംസിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ഞാൻ തീർച്ചയായും വ്യത്യസ്തമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തെയും RSSനെയും വ്യത്യസ്തമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും കേരളത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് ഇടതുമുന്നണിയോട്. But the left has never done what the RSS is doing. പക്ഷേ RSS ഈ രാജ്യത്തോട് ചെയ്തത് ഒരിക്കലും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. The left has never questioned the institutions of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരിക്കലും ഇടതുപക്ഷം ചോദ്യം ചെയ്തിട്ടില്ല. The left has never questioned the constitution of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇടതുപക്ഷം ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. And the left has never attempted to destroy the institutions of this country. ഒരിക്കലും ഇടതുപക്ഷം ഈ സ്ഥാപനങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുവാൻ ശ്രമിച്ചിട്ടില്ല. And the battle today is to protect the institutions of this country from the RSS, BJP and Narendra Modi. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നരേന്ദ്രമോദിയിൽ നിന്നും RSSൽ നിന്നും BJPയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫാകട്ടെ ഇന്ന് ആലപ്പുഴയിൽ ചില പ്രമുഖ വ്യക്തികളെ നേരിട്ട് കാണുന്നതിനും അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങളിലെത്തി തൻ്റെ വോട്ട് ഉറപ്പുവരുത്തുന്ന തിരക്കിലായിരുന്നു. മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്ന് മാവേലിക്കര മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയാകട്ടെ ചെങ്ങന്നൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണം. ചിറ്റാഗോമോർ തൻ്റെ 2ാം വട്ട പ്രചരണം മാവേലിക്കര മണ്ഡലത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 3ാം വട്ട പ്രചരണത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. എന്തായാലും മണ്ഡലത്തിൽ അദ്ദേഹം ഇപ്പോൾ സജീവമാണ്. അതോടൊപ്പം തന്നെ AM ആരിഫും തൻ്റെ മണ്ഡലത്തിലെ 3ാം വട്ട പ്രചരണം പൂർത്തീകരിച്ചതിന് ശേഷം ചില സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഒക്കെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഇനി ഏതാണ്ട് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നേരിട്ട് കണ്ട് തൻ്റെ വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ.
എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന് പിന്തുണയുമായി സാംസ്കാരിക ലോകം. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമം പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദിന്റെ റിപ്പോർട്ടിലേക്ക്. സാംസ്കാരിക ലോകം രാജീവിനൊപ്പമാണെന്ന സന്ദേശം നൽകിയാണ് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ ഇന്ന് സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാംസ്കാരിക കലാരംഗങ്ങളിലെ നിരവധി പ്രമുഖർ ഇന്ന് ആ ഒരു സംഗമത്തിൽ പങ്കെടുത്തു. നിരവധി കലാരൂപങ്ങളും സംഗമത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കുകയുണ്ടായി. പ്രൊഫസർ എം കെ സാനുവാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഇടതുപക്ഷത്തിന് പ്രസക്തി ഏറി വരികയാണെന്നും ഇടതുപക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിമാർ, മൂലധനം കൈയാളുന്നവർ ഈ സാധാരണ ജനങ്ങളെ കൃമികളായി ചവിട്ടിയരയ്ക്കുമായിരുന്നുവെന്നും എം കെ സാനു അഭിപ്രായപ്പെട്ടു. രാജീവിനെ പോലെയുള്ള ഒരാളെ പ്രകീർത്തിച്ചത് അല്ലെങ്കിൽ മികച്ച പാർലമെന്റേറിയനായി രാജീവിനെ വാഴ്ത്തിയത് ഇടതുപക്ഷമല്ലായിരുന്നു എന്നും ഇന്ന് എതിർചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷികളായിരുന്നുവെന്നും എം കെ സാനു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തുടർന്ന് പ്രശസ്ത ഗായിക പി കെ മേദിനി ഒരു ഗാനം ആലപിച്ചുകൊണ്ട് രാജീവിന് ആശംസകൾ നേർന്നു. കൂടാതെ നിരവധി കലാരൂപങ്ങളും ഈ ഒരു സംഗമത്തിന്റെ ഭാഗമായി, സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഗാനാലാപനം, വയലിൻ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു. കൂടാതെ നിരവധി പേർ രാജീവിന് ആശംസകളുമായി സംഗമവേദിയിലെത്തി. എന്തായാലും തങ്ങൾക്ക് പറയാനുള്ളതും പാടാനുള്ളതുമെല്ലാമായി നിരവധി കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് എറണാകുളം രാജേന്ദ്ര മൈതാനിയിലെത്തിയത്. തുടർന്ന് രാജീവ് 8 മണിയോടുകൂടി രാജേന്ദ്ര മൈതാനിയിലെത്തി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഊരാളി ബ്രാൻഡിന്റെ ഒരു സംഗീത നിശയും ഈ ഒരു സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി എറണാകുളത്ത് സംഘടിപ്പിച്ചിരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണം അത്യാവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും. LDF സ്ഥാനാർത്ഥി VN വാസവൻ ഇന്ന് കോട്ടയം നഗരത്തിലും UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇന്ന് പുതുപ്പള്ളിയിലുമാണ് പ്രചരണം നടത്തിയത്. കോട്ടയത്ത് നിന്നും TP പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ ഇന്ന് പര്യടനം നടത്തിയത് കോട്ടയം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും ഒപ്പം ചിങ്ങവനം, തിരുവാർപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു. എവിടെയും ഉജ്ജ്വലമായ സ്വീകരണമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. നഗരപ്രദേശത്തടക്കം ലഭിച്ച സ്വീകരണങ്ങൾ ഉത്സവ ഛായ പകരുന്ന രീതിയിലുള്ള സ്വീകരണങ്ങളായിരുന്നു. മുത്തുകുടകളും അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളും ഒക്കെ ആയിട്ടാണ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വരവേറ്റത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ ഉയർത്തി കാട്ടിക്കൊണ്ട് തന്നെയാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മണ്ഡലത്തിൽ നാഥനില്ലാത്ത ഒരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്രിയാത്മകമായി എങ്ങനെ മണ്ഡലത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ വിഷയങ്ങൾ ഇടപെടുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നാട്ടിലുടനീളം സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നാളെ CPM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോട്ടയത്ത് എത്തുന്നുണ്ട്. ഇന്ന് VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംവാദ പരിപാടിയിലും മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലും ധനമന്ത്രി തോമസ് ഐസക് പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം MM മണി, വൈക്കം വിശ്വൻ തുടങ്ങിയ നേതാക്കളും മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിയുടെ പര്യടനം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. മാത്രവുമല്ല നാളെ ഏറ്റുമാനൂർ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്നത്. നാളെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ഷോ അടക്കമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിന്റെ ഓരോ വികസന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും മണ്ഡലത്തിന്റെ നിലവിലുള്ള അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടുമെല്ലാം തന്നെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനാകട്ടെ ഇന്ന് പ്രധാനമായിട്ടും പ്രചരണം നടത്തിയത് പുതുപ്പള്ളി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പുതുപ്പള്ളിയിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. തുറന്ന ജീപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം. അതിനിടയിൽ അല്പസമയം അദ്ദേഹം ചെലവഴിച്ചത് പാലായിലാണ്. കാരണം പാലായിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് KM മാണിയുടെ വീട്ടിൽ എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം അവിടേക്ക് എത്തി. പിന്നീട് പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പിന്നീട് മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത്. NDA സ്ഥാനാർത്ഥിയാകട്ടെ പ്രധാനമായും ഇപ്പോൾ പുതുപ്പള്ളി അതുപോലെ തന്നെ മറ്റു മണ്ഡലം കേന്ദ്രീകരിച്ചായിരിക്കും നാളെ പ്രചരണം നടത്തുക. ഇന്ന് ഏറ്റുമാനൂരിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം. എന്തായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികൾ. എന്തായാലും കോട്ടയത്തെ ഒരു മത്സരം വളരെയധികം ഒരു ആവേശ ചൂടിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു നിലയിലേക്ക് ആണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം പോകുന്നത്. ഈ 3 സ്ഥാനാർത്ഥികളുടെ അടക്കമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ 20-ന് അവസാനിക്കും. എന്തായാലും അവസാന വട്ടം വോട്ടർമാരെ എല്ലാവരും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ബഹിരതമായിട്ടുള്ള പ്രയത്നത്തിലേക്കാണ് LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം വിവാദങ്ങളും കൊഴുക്കുകയാണ്. കണ്ണൂരിൽ K. സുധാകരന്റെ വിവാദ പരസ്യവും
മലമ്പുഴയിൽ രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയുമാണ് ഇന്നത്തെ പ്രധാന വടക്കൻ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. കേരളത്തിന്റെ മഹിമ കണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചോദിക്കുകയുണ്ടായി. മലമ്പുഴയിൽ നിയമസഭാ മണ്ഡല റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട്ടിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാഹുൽ ഗാന്ധി അറിയാൻ പോകുന്നതേയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുന്നു. വോട്ടെടുപ്പിന് 6 ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വളരെ സജീവമായ പ്രചാരണത്തിലാണ് 3 മുന്നണികളും. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ ആവേശമുയർത്തിക്കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. മലമ്പുഴ മണ്ഡലത്തിലെ എലപ്പുള്ളിയിലും ഒറ്റപ്പാലം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഒറ്റപ്പാലം ടൗണിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. ഇത് 2ാം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കേരളത്തിന്റെ മഹിമ കണ്ടാണ് കേരളത്തിൽ മത്സരിക്കാനെത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നാൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഹുൽ ആരെയാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. എന്നാൽ കേരളത്തിലും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വയനാട്ടിലും ഇടതുപക്ഷത്തിന്റെ ശക്തി രാഹുൽ തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ എന്നും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കേരളത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇന്ന് വന്നിട്ട് പറയാണ്, ഈ കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യം ആരെ അംഗീകരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തരക്കേടില്ലത്. ആരെ നേരിടാന്? ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരത്തിലൂടെ നൽകുന്ന സന്ദേശം എന്ത്? കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തകർക്കേണ്ടത്, ഇടതുപക്ഷത്തെയാണ് രാജ്യത്ത് തകർക്കേണ്ടത്. അതാണോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നില? നമ്മുടെ രാജ്യം വർഗീയതയുടെ ഏറ്റവും വലിയ ആപത്ത് നേരിടുമ്പോൾ ആ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് രാജ്യത്താകെ നിന്നത് ഇടതുപക്ഷമല്ലേ? വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വളരെ സജീവമായി വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും. 3 പേരും ബൂത്ത് തല പര്യടനത്തിലാണ് ഇപ്പോഴുള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് ഇന്ന് കോങ്ങാട് മണ്ഡലത്തിലാണ് ബൂത്ത് തല പര്യടനം നടത്തിയത്. 30ഓളം കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ കോങ്ങാട് നിയോജക മണ്ഡലത്തിലും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലും വിവിധ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഷൊർണൂർ മണ്ഡലത്തിലാണ് ഇന്ന് ബൂത്ത് തല പര്യടനം നടത്തിയത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പരമാവധി പ്രചാരണ രംഗത്ത് സജീവമായിക്കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് 3 സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. സ്ത്രീത്വത്തെ അപമാനിച്ച് കണ്ണൂരിൽ കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണെന്ന ഉള്ളടക്കമുള്ള പരസ്യത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദം കൊഴുക്കുകയാണ്. പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ഇടതുപക്ഷവും വ്യക്തമാക്കി കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് AK രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP-യിലേക്ക് പോകില്ല എന്ന തെരഞ്ഞെടുപ്പ് പരസ്യത്തിന് ശേഷമാണ് കെ സുധാകരന്റെ വിവാദ പരസ്യം. സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും കഴിവില്ലാത്തവരാണെന്നും പരസ്യം വിളിച്ചു പറയുന്നുണ്ട്. ഒപ്പം പുരുഷന്മാർ വിചാരിച്ചാൽ എല്ലാ കാര്യവും സാധിക്കുമെന്നും ഈ പരസ്യത്തിലൂടെ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നു. LDF സ്ഥാനാർത്ഥി സ്ത്രീയായതുകൊണ്ടും PK ശ്രീമതി ടീച്ചർക്ക് സ്ത്രീകൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളതും കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്ന ഒരു പരസ്യം കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് MV ജയരാജൻ പറഞ്ഞു. ഓളെ ടീച്ചറാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഓൾ അവിടെ പോയാൽ ഒന്നും ചെയ്യില്ല. എന്നാൽ അവനാണെങ്കിൽ ആൺകുട്ടിയെപ്പോലെ ചെയ്യും. അവൻ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം എന്ന ആധുനിക കാലത്തെ സങ്കല്പത്തെ സ്ത്രീ ഒന്നിനും കൊള്ളരുതാത്തവന ആളാണെന്നും പുരുഷൻ മാത്രമാണ് എല്ലാറ്റിനും നല്ലത് എന്നതുമായ ഒരു വേർതിരിവ് സൃഷ്ടിക്കുകയാണ് ഇവിടെ. കെ സുധാകരനെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയും പറഞ്ഞു. മുമ്പും നിരവധി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ത്രീകളെക്കാൾ മോശമാണെന്ന പരാമർശം പിൻവലിച്ച് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട സാഹചര്യവും അടുത്ത കാലത്ത് തന്നെയാണ് ഉണ്ടായത്. ആർത്തവം അശുദ്ധിയാണെന്ന കെ സുധാകരന്റെ പ്രസ്താവനയും വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. വടകരയിൽ ആവേശപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് 3 മുന്നണികളും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി P ജയരാജൻ ഇന്ന് തലശ്ശേരിയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതേസമയം NDA സ്ഥാനാർത്ഥി
VK സജീവനും UDF സ്ഥാനാർത്ഥി K മുരളീധരനും ഇന്ന് കൂത്തുപറമ്പ് കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തോടെ മുന്നേറുകയാണ്. LDF സ്ഥാനാർത്ഥി P ജയരാജൻ ഇന്ന് തലശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. രാവിലെ അദ്ദേഹത്തിന് പൊതുപര്യടനം ഉണ്ടായിരുന്നില്ല. രാവിലെ വ്യക്തികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെത്തി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. തലശ്ശേരി EMS ആശുപത്രി, അതുപോലെ തന്നെ തലശ്ശേരിയിലെ വയോജന കേന്ദ്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ P ജയരാജൻ എത്തി വോട്ട് അഭ്യർത്ഥന നടത്തി. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പൊതുപര്യടനം. ഉച്ചയ്ക്ക് തലശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ വരവേൽപ്പ്, സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് P ജയരാജന് പ്രവർത്തകരും നാട്ടുകാരും വോട്ടർമാരും നൽകിയത്. രാത്രി വൈകുവോളം സ്വീകരണമുണ്ട്. വലിയ ആവേശമാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളത്. P ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കലാജാഥകളും സാംസ്കാരിക സംഗമങ്ങളുമായി P ജയരാജന് വേണ്ടിയുള്ള വോട്ടഭ്യർത്ഥന മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുമുണ്ട്. K മുരളീധരൻ, UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഇന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ പര്യടനത്തിലാണ്. NDA സ്ഥാനാർത്ഥി VK സജീവനും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെയാണ് ഇന്ന് പൊതുപര്യടനം നടത്തിയത്. അങ്കച്ചൂടിന്റെ ഇന്നത്തെ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വാർത്തകളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.